രണ്ടാമത്തെ ടാസ്ക് വന്നിരിക്കുകയാണ്. ആദ്യത്തെ ടാസ്ക് പോലെയല്ല, ഇതിൽ അല്പം മാറ്റമുണ്ട്, ശ്രദ്ധിക്കുക. ഇതിൽ ആദ്യത്തെ ഓപ്ഷനിൽ ഓപ്പൺ ആമസോൺ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓർ ആമസോൺ ആപ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് ആമസോണിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം, അതല്ലെങ്കിൽ ആമസോൺ ആപ്പ്, ഇത് രണ്ടിൽ ഏത് വേണ്ടിക്കൽ ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ സ്റ്റെപ്പിൽ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് സെലക്ട് എനി വൺ പ്രോഡക്റ്റ്. ഇതിനു മുൻപ് ഞങ്ങൾ സെലക്ട് ചെയ്ത രീതിയിൽ തന്നെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറയുന്നു ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓഫ് ദ ടോപ്പ് ഓഫ് ദ പേജ് എൻഷുറിംഗ് ദ പ്രോഡക്റ്റ് ടൈറ്റിൽ ആൻഡ് പ്രോഡക്റ്റ് ഇമേജ് ആർ വിസിബിൾ. ഓക്കെ, ഇവിടെ പറയുന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത പ്രോഡക്റ്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ആ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോഴേ ആ സ്ക്രീൻഷോട്ടിൻ്റെ മുകളിൽ പ്രോഡക്റ്റിൻ്റെ ടൈറ്റിൽ പിന്നെ ആ പ്രോഡക്റ്റ് ഇമേജ് അത് കംപ്ലീറ്റ് കാണുന്ന രീതിയിൽ വേണം സ്ക്രീൻഷോട്ട് എടുക്കാൻ. ഇത് 3 കാര്യങ്ങളാണ് ഈ 3 സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് ആഫ്റ്റർ ടേക്കിംഗ് എ സ്ക്രീൻഷോട്ട് ഓപ്പൺ യുവർ ഫേസ്ബുക്ക് അക്കൗണ്ട് ആൻഡ് ക്രിയേറ്റ് എ പോസ്റ്റ് അബൌട്ട് ദ സ്ക്രീൻഷോട്ട്. ഓക്കെ, നാലാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യണം. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഈ സ്ക്രീൻഷോട്ട് ആ ഫേസ്ബുക്ക് നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യുമ്പോൾ പോസ്റ്റിന് ഒരുമിച്ച് അതിന് സൂട്ടബിളായ എന്തെങ്കിലും ഒരു പോയിൻ്റ് എഴുതുകയും വേണം. ഓക്കെ, ഇത് ഇത്ര കാര്യങ്ങളാണ് 4 പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ഈ 3 പോയിന്റുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിന് ശേഷം 4ാമത്തെ പോയിന്റ് ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പം നേരിട്ട് നമ്മുടെ ആമസോണിലേക്ക് പോകുക, വെബ്സൈറ്റിലേക്ക് amazon.in ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യാം. ഇവിടെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുക്കാം, മൊബൈൽ തന്നെ എടുക്കാം. പ്രോഡക്റ്റിൻ്റെ പേര് പിന്നെ ആ ഇമേജ് കംപ്ലീറ്റ് കാണുന്ന രീതിയിൽ വേണം സ്ക്രീൻഷോട്ട് എടുക്കാൻ. ഓക്കെ, ഇതുപോലെ പേര് കാണണം. ഇവിടെ പേര് കണ്ട IQOOZ9S Pro 5G. ഓക്കെ, ഇങ്ങനെ പേര് കൃത്യമായിട്ട് കാണണം. ആ പേര് ഇവിടെ തന്നെ കാണണമെന്നില്ല. ചില പ്രോഡക്റ്റിൻ്റെ മുകളിൽ ആയിട്ട് എവിടെയും കാണിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ആ പ്രോഡക്റ്റിൻ്റെ പേര് കാണണം, പേരും ആ പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കാണണം. അങ്ങനെ വേണം ഫോട്ടോ എടുക്കാൻ, ഇമേജ് എടുക്കാൻ, സ്ക്രീൻഷോട്ട് എടുക്കാൻ. എടുക്കുമ്പോൾ ക്രോപ്പ് ഒന്നും ചെയ്യേണ്ട, മൊത്തത്തിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വിടണം. ഇപ്പോൾ ഇവിടെ പേര് കാണണം, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം. പേര് കാണണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. IQOOZ9S Pro 5G പേരിവിടെ കാണുന്നുണ്ട്. ഇത് തന്നെ എടുക്കണം എന്നല്ല പറയുന്നത്, ഏത് മൊബൈലിൻ്റെ ഏത് പരസ്യം വേണമെങ്കിലും എടുക്കാം. എടുക്കുമ്പോഴേ ആ പരസ്യത്തിൻ്റെ പേര് ടൈറ്റിൽ അത് കൃത്യമായിട്ട് കാണണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇമേജും കൃത്യമായിട്ട് കാണണം. ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. ശേഷം നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്ക് വരണം. മിനിമൈസ് ചെയ്യുകയാണ്. ഫേസ്ബുക്ക് പേജ് ഇല്ലാത്തവർ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് സംതിങ് ഹിയർ, അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യാം. ശേഷം ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഫോട്ടോ ഓർ വീഡിയോ എന്ന്. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യാം. യെല്ലോ ആക്സസ് കൊടുക്കുകയാണ്. യെല്ലോ കൊടുക്കുകയാണ്. സ്ക്രീൻഷോട്ട് ഇവിടെ ഉണ്ട് എടുത്തു വെച്ചത്. ഇതാണ് എടുത്തു വെച്ച സ്ക്രീൻഷോട്ട്. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യാം. ഇതിന് ശേഷം ഡയറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യരുത്, ഇവിടെ എഴുതാനുണ്ട്. ഇവിടെ കണ്ടോ സേ സംതിങ് അബൌട്ട് ദിസ് ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയത് കണ്ടോ, അവിടെ എഴുതണം ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി. ആദ്യം ആ പ്രോഡക്റ്റിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് കോപ്പി ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ കോപ്പി ചെയ്യുന്നതാണ്, കോപ്പി ചെയ്യാം, എങ്ങനെ വേണം ചെയ്യാം. ഇത്രയും വേണ്ടു. IQOOZ9S Pro 5G അത്രയും വേണ്ട. അതിന് കോപ്പിക്ക് മുകളിൽ ക്ലിക്ക് ചെയ്യാം, കോപ്പിയാകും. അതിനുശേഷം ഫേസ്ബുക്കിലേക്ക് വരിക. ഫേസ്ബുക്കിൽ വന്ന് ഇവിടെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ഇപ്പോൾ പേസ്റ്റ് ഓപ്ഷൻ വരും. പേസ്റ്റ് ഓപ്ഷൻ വന്ന് ഇപ്പോൾ അവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ പേര് മാത്രമേ അതിനുള്ളൂ. ഇനി നമ്മൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് എഴുതണം അവിടെ. ഓക്കെ,
ഇങ്ങനെയാണ് ഞാൻ എഴുതിയത്. ഇതുപോലെ തന്നെ എഴുതണമെന്നില്ല, കോപ്പി ചെയ്ത് എഴുതണമെന്നില്ല. നിങ്ങൾക്ക് എന്താണോ ഈ പ്രോഡക്റ്റിനെ പറ്റി സൗകര്യമുള്ളത് അതിന് കണക്കായിട്ട് നിങ്ങൾ എഴുതുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ എഴുതുക. അതിനുശേഷം പോസ്റ്റ് ചെയ്യുക. ഇവിടെ പോസ്റ്റ് എന്ന് കണ്ടോ, പോസ്റ്റിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പോസ്റ്റിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. ക്ലോസ് ചെയ്യരുത് പോസ്റ്റ് ആയതിനു ശേഷം. ഓക്കെ, ഇപ്പോൾ ഇവിടെ പോസ്റ്റായി കഴിഞ്ഞു. ഇനി വേണ്ടത് ഈ പോസ്റ്റ് ചെയ്തതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യണം. ഓക്കെ, ലിങ്ക് കോപ്പി ചെയ്യാൻ വേണ്ടി ഇവിടെ താഴെ കണ്ടോ ഷെയർ എന്നൊരു ബട്ടൺ കണ്ടോ, അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കോപ്പി ലിങ്ക് എന്ന് കാണിക്കും, അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലിങ്ക് കോപ്പി എന്ന് കാണിക്കും. ഓക്കെ, അതിനുശേഷം SBIയുടെ വെബ്സൈറ്റിലേക്ക് വരിക. ശേഷം ഇവിടെ നാലാമത്തെ ഓപ്ഷൻ, 3 ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞു. നാലാമത്തേതാണ് ഞങ്ങൾ ഫേസ്ബുക്കിൽ ഇപ്പോൾ ചെയ്തത്. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ആഫ്റ്റർ ടേക്കിംഗ് എ സ്ക്രീൻഷോട്ട് ഓപ്പൺ യുവർ ഫേസ്ബുക്ക് അക്കൗണ്ട് ആൻഡ് ക്രിയേറ്റ് എ പോസ്റ്റ് എബൌട്ട് ദ സ്ക്രീൻഷോട്ട്. ഓക്കെ, ഒരു പോസ്റ്റ് എഴുതണം എന്നാണ് പറയുന്നത്. അതായത് ഞങ്ങളവിടെ എഴുതി കഴിഞ്ഞു. മേക്ക് ഷുവർ ടു അപ്ലോഡ് ദ സ്ക്രീൻഷോട്ട് വിത്ത് ദ പോസ്റ്റ്. ഓക്കെ, ആ പോസ്റ്റ് അവിടെ അപ്ലോഡ് ചെയ്യണം എന്നാണ് പറയുന്നത്, സ്ക്രീൻഷോട്ടിൻ്റെ ഒരുമിച്ച്. ഓക്കെ, സ്റ്റെപ്പ് 5 പറയുന്നത് ആഫ്റ്റർ പബ്ലിഷ് എ പോസ്റ്റ് കോപ്പി യുവർ പോസ്റ്റ് ഷെയറബിൾ ലിങ്ക്. ഓക്കെ, അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യണം എന്നാണ് പറഞ്ഞത്. ലിങ്ക് ഞങ്ങൾ കോപ്പി ചെയ്ത് കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 6 എന്താണ് പറയുന്നത്, ദെൻ സബ്മിറ്റ് ബിലോ ടാസ്ക് ഫോം വിത്ത് യുവർ കോപ്പീഡ് ലിങ്ക്. ഓക്കെ, അതിനുശേഷം ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഇവിടെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ടൈറ്റിൽ എഴുതേണ്ടത് ഫേസ്ബുക്കാണ്. ഫേസ്ബുക്ക്. ഇതിനു മുൻപ് ഞങ്ങൾ ടൈപ്പ് ചെയ്തത് വെബ്സൈറ്റ് എന്നായിരുന്നു. ഇപ്പോഴത് മാറിയിട്ടുണ്ട്. ഇന്നത്തെ ടാസ്കിൽ ഫേസ്ബുക്ക് എന്നാണ്. അതിനുശേഷം ചൂസ് ടൈപ്പിന് ഫേസ്ബുക്കാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം URL ഞങ്ങൾ കോപ്പി ചെയ്ത് വെച്ചത് ഇവിടെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഇവിടെ പേസ്റ്റ് ആകും. പേസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇത്ര കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യാനുള്ളത്. സബ്മിറ്റ് ചെയ്യുമ്പോൾ CSRF ടോക്കൺ മിസ്മാച്ച് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ലോഗ് ഔട്ട് ചെയ്തിട്ട് ഒരിക്കൽ കൂടി ലോഗിൻ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. ഞാൻ ഒത്തിരി നേരം ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അതുകൊണ്ടാണ് അങ്ങനെ CSRF ടോക്കൺ മിസ്മാച്ച് എന്ന് കാണിക്കുന്നത്. ലോഗ് ഔട്ട് ചെയ്ത് ലോഗിൻ ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുന്നതിന് മുൻപ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം, മറക്കരുത്. എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് ചെയ്ത ഉടനെ യുവർ ടാസ്ക് ഹാസ് ബീൻ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ആൻഡ് പേയ്മെൻറ്റ് ₹5 ഓൾസോ ആഡഡ് ടു യുവർ വർക്കിംഗ് വാലറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. താങ്ക് യു.